രാവിലെ അടുക്കളയിൽ കയറിയാൽ പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഹയാസിനെ സ്കൂളിൽ വിടാത്തതുകൊണ്ട് കുറച്ചൊരു ഓട്ടത്തിന് കുറവുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ. ഹയാസിന് വയറുവേദനയാണ്, അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ തലേന്ന് തന്നെ ഉമ്മിച്ച് വെള്ളയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചുടുന്നത് ഒരു കല തന്നെയാണല്ലേ, കാരണം ആ കറക്റ്റ് റൗണ്ടിലും പിന്നെ കുറേ സമയം പോകുന്നൊരു മെനക്കേടും കൂടി ഉണ്ട് ഈ അപ്പത്തിന്. പക്ഷെ തിന്നാൻ അടിപൊളിയാണ് അല്ലേ. അപ്പോൾ അപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഗ്രീൻ പീസ് വേവിക്കാൻ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് താളിക്കാനായിട്ട് കറിവേപ്പില എടുക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ സുന്ദരി റോസാപ്പൂ നിൽക്കണുണ്ടായത് കേട്ടോ. അപ്പോൾ അതിനോട് കുറച്ച് നേരം ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് കറി താളിക്കാനായിട്ട് വന്നേക്കാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, വേപ്പില ഇട്ടു, അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കറി താളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.